ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ അനന്ത്. ഇപ്പൊ എല്ലാവരും നവോദയക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുവാണ് അല്ലേ. ഇപ്പൊ മെന്റൽ എബിലിറ്റിയുടെ ഒക്കെ വീഡിയോസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, മെന്റൽ എബിലിറ്റിയുടെ വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് മെന്റൽ എബിലിറ്റിയുടെ ഒരു ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ നമുക്കറിയാം ഏത് പോർഷൻ ആണെന്ന് നോക്കാം അല്ലേ. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മുടെ സി സി പ്ലസില് 120 ഡേ ക്രാഷ് കോഴ്സ് റൺ ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ 9496949929 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിക്കണം. നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ ആപ്പിലുണ്ട്, ലൈവ് ക്ലാസ് നമ്മൾ ഡെയിലി തരുന്നുണ്ട്. അത് കൂടാതെ എന്തുണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റിയില്ല എന്ന് വെച്ചു, നമ്മുടെ ആപ്പിൽ സി സി പ്ലസ് ട്യൂഷന്റെ ആപ്പിൽ എന്തുണ്ടാവും, ആ ക്ലാസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കത് ഇപ്പൊ സാറ്റർഡേസിലൊക്കെ എടുത്ത് വെച്ച് അത് കണ്ട് ആ ഒരു പോർഷനും കൂടെ കവർ ചെയ്യാനുള്ള അവസരമുണ്ട്. സാധാ ഇപ്പൊ ഗൂഗിൾ മീറ്റിലൊക്കെ തരുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു എടുത്ത് കാണൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ആ ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ അതിന്റെ റെക്കോർഡഡ് വേർഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. വർക്ക്ഷീറ്റ് ബുക്ക് നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്. അതേപോലെ നമുക്ക് എന്താ, ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പൊ ആ ഒരാഴ്ചത്തെ ഒരു പരീക്ഷ ഇട്ട് നോക്കണ്ടേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണ്ടേ. സോ സാറ്റർഡേസിൽ നമുക്ക് അസസ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മന്ത്ലി എക്സാംസ്. ഇന്ന് നമ്മളെ എക്സാം അടുക്കും തോറും നമ്മൾ അടുക്കുമല്ലോ, ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, സി സി പ്ലസ് ടീം ഒരു ഓഫ്ലൈൻ എക്സാം കണ്ടക്ട് ചെയ്യും. OMR ഷീറ്റ് ഒക്കെ തന്ന് കറക്റ്റ് എന്താണ്, ഒരു നവോദയ എക്സാമിന്റെ ഒരു കോപ്പി ഓഫ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പി എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ അൾട്രാ പ്രോ ആയിരിക്കും, നവോദയ എഴുതാനായിട്ട് റെഡി ആയിരിക്കും പഠിച്ച്. ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താ, ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലപോലെ പഠിക്കണം, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കേട്ടോ. അതിപ്പം മാത്സ് മാത്രമല്ല, മെന്റൽ എബിലിറ്റി അല്ല, ഇംഗ്ലീഷും മലയാളം എല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ക്ലാസ് കേൾക്കണം. സി സി പ്ലസിലെ കുട്ടികൾ, സി സി പ്ലസിലെ സാറുമാരും ടീച്ചേഴ്സും പറയുന്നത് എന്താ, പക്ക ആയിട്ട് ഫോളോ ചെയ്താൽ നമ്മൾ സേഫ് സോണിലായിരിക്കും കേട്ടോ. ഓക്കെ, കേട്ട് പഠിക്കുകയും ചെയ്യണം. പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല, കേട്ടിട്ട് കാര്യമില്ല. കേട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ കേട്ട കാര്യം നടക്കുമോ? ഇല്ല. എന്ത് ചെയ്യണം, നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക്കാണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഫിഗർ സീരീസ് കംപ്ലീഷനിലെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഒരു ഹെക്സഗൺ തന്നിട്ടുണ്ടല്ലേ. ഞാൻ അത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു ഹെക്സഗൺ ഉണ്ട്, അതിന്റെ ഇവിടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ പടത്തിൽ വന്നപ്പോ ഉണ്ടല്ലോ, നമുക്ക് ഈ ഹെക്സഗൺ ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ ഒരു പാർട്ട് മിസ്സിംഗ്. പകരം ഒരെണ്ണം ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്താ ചെയ്തേ? അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഈ പാർട്ടിനെ എടുത്തു കൊണ്ടുപോയി ഇത് ഇവിടെ വെച്ചു, ഇവിടെ കൊടുത്തു. അപ്പൊ ഇനി അടുത്തതിൽ നോക്കുമ്പോ ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെയുള്ള ആള് ഇങ്ങനെയുണ്ട്, ഇവിടെ നിന്ന് എടുത്തു പോയ ഇയാളെ ഉണ്ടല്ലോ, ഇത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസും ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി. ഇനി അടുത്തത് എന്ത്, അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അടുത്തത് എവിടം വരെ വരയ്ക്കണം? നമുക്ക് ഇങ്ങനെ വരയ്ക്കണം. കാരണം ഇവിടെ നിന്നുള്ള ആളെ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ എങ്ങനെ വരും? ഇതുണ്ട് ഓൾറെഡി, ഇവിടെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഓൾറെഡി അവിടെയുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് എടുക്കുന്നയാളെ അടിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഓക്കെ, അതായിരിക്കും നമ്മുടെ ആൻസർ. നോക്കിയേ, ഇവിടെയുണ്ടോ? സി ഓപ്ഷനിലുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം നോക്കണം, ഈ സിയും ഡിയും തമ്മിൽ, എയും ബിയും വരില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. ഓക്കെ, സിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ ക്വസ്റ്റ്യനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഹെക്സഗൺ അടിയിലാണുള്ളത്, മീൻസ് ഉള്ളിലാണുള്ളത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ ഡി ഓപ്ഷനിൽ വരുമ്പോൾ ആ ഹെക്സഗൺ മുകളിൽ വരും. മുകളിൽ വന്നാൽ നമുക്ക് തെറ്റല്ലേ. സോ നമുക്ക് ഓപ്ഷൻ ഡി വരില്ല, ഓപ്ഷൻ എ, സി ആയിരിക്കും വരിക കേട്ടോ. ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? കറക്റ്റ് ആക്കിയോ എല്ലാവരും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് എപ്പോഴും തരുന്ന മാതിരി ലാസ്റ്റ് അല്ല, ഒരു സെന്ററിലാണ് ഒരെണ്ണം മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഇയാളെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ഇതിനകത്ത് നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഇവിടെ ആയിട്ട് എന്തുണ്ട്? 2 ലൈൻസ് വന്നു, ഇവിടെ ഒരു ട്രയാങ്കിളും വന്നു. അടുത്ത സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ വന്നു, ഈ ലൈൻ എന്ത് ചെയ്തു? നേരെ 1 സ്റ്റെപ്പ് ചാടി. നമ്മുടെ 1 സ്റ്റെപ്പ് അറിയാലോ. എന്താ 1 സ്റ്റെപ്പ്? എന്താ 1 സ്റ്റെപ്പ്? ഇവിടെ ഒന്ന് നോക്കിയേ,
ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇവിടം വരെ ഇവിടെ ഇരിക്കുന്നയാള് അടുത്ത പടത്തില് ഇവിടെ വന്നാൽ അത് നമ്മൾ എന്തെന്ന് പറയും? 1 സ്റ്റെപ്പ് ചാടി എന്ന് പറയും അല്ലെ? 1 സ്റ്റെപ്പ് ചാടി എന്ന് പറയൂലേ? അതേപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? അത് നേരെ ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ വന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പടം നേരെ മേളിലേക്ക് പോയി. പക്ഷെ പടത്തിന് വ്യത്യാസമുണ്ട്, എല്ലാം ഡിഫറെന്റ് പടമാണ്. അടുത്തതിൽ നമുക്ക് സ്ക്വയർ തന്നിട്ടുള്ളത്. അടുത്ത ആളില്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരേണ്ട ആളില്ല. അപ്പൊ നമുക്ക് പക്ഷെ അത് വരച്ച് 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 പോവാം. ഇവിടെ വന്നയാൾ ഒരു സ്റ്റെപ്പ് മാറുമ്പോ എവിടെ വരും? ഇവിടെ വരണം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഓപ്ഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ അടുത്ത നമുക്ക് തന്നിട്ടുള്ളത് എവിടെയാ? മുകളിൽ കൊടുത്തു. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റാർ വന്നു. അപ്പോൾ ഇവിടെ വന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ വരണം. അപ്പൊ ഏത് വരും? നമുക്ക് അങ്ങനെയുള്ളത് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ, സിയും ഡിയും. അപ്പൊ സിയും ഡിയും നോക്കുമ്പോൾ നോക്കിയേ, സർക്കിളും സ്ക്വയറും ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ വെക്കും? ഇവിടുത്തെ പടം നോക്കിക്കേ, ആദ്യത്തെ ട്രയാങ്കിൾ ആയിരുന്നു, പിന്നെ സ്ക്വയർ ആയി, പിന്നെ സ്റ്റാർ ആയി. എവിടെയെങ്കിലും ഒരേപോലെ വരുന്നുണ്ടോ? ആരെങ്കിലും ഒരേപോലെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ വരേണ്ട ആൾക്കാർ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാ. ഒരേപോലെയുള്ള ആരും വരില്ല, എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ ഓൾറെഡി സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ സ്ക്വയർ എടുക്കാവോ? ഇല്ല. സോ ഓപ്ഷൻ 4ഉം വരില്ല. നമുക്ക് എന്തേ വരത്തുള്ളൂ? ഓപ്ഷൻ സി, സർക്കിൾ വേണം കൊടുക്കാൻ കേട്ടോ. അത് കൊടുക്കുമ്പോഴാണ് ഒരെണ്ണം ട്രയാങ്കിൾ, ഒരെണ്ണം സ്ക്വയർ, ഒരെണ്ണം സർക്കിൾ, ഒരെണ്ണം സ്റ്റാർ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. എല്ലാവരും ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അതേപോലെ റൊട്ടേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എന്താണ് ഹാഫ് സ്റ്റെപ്പ്, എന്താണ് 1 സ്റ്റെപ്പ് എന്നുള്ളത് കേട്ടോ. ഫിഗർ സീരീസ് കംപ്ലീഷനിൽ ഏറ്റവും വലിയ ആൾക്കാരാണ് ഇവർ രണ്ടുപേര്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്. അതേപോലെ എന്ത് ചെയ്യാം? നമുക്ക് 1 സ്റ്റെപ്പ്, ഹാഫ് സ്റ്റെപ്പ് ഒക്കെ എപ്പോഴും ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഫിഗർ എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? ഡോട്ട് ഇവിടെയാണ്, ആരോ ഇവിടെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിഗറിൽ വരുമ്പോൾ എങ്ങനെയാ തന്നിട്ടുള്ളേ? ഡോട്ട് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി, ആരോ മേളിലേക്ക് പോയി. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. എന്താ വന്നിരിക്കുന്നത്? ഡോട്ട് എന്ത് ചെയ്തു? ഹാഫ് സ്റ്റെപ്പ് പോയി. ഡോട്ട് ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഹാഫ് സ്റ്റെപ്പാണ് നീങ്ങിയത്. ആരോ ആണെങ്കിലോ ഇവിടെ ഇരുന്ന ആൾ ഇവിടെ വന്നു, ഇവിടെ ഇരുന്നിട്ട് ഇവിടെയും വന്നു. അപ്പൊ ആരോ 1 സ്റ്റെപ്പ് പോയി കേട്ടോ. ഡോട്ട് ഹാഫ് സ്റ്റെപ്പും ആരോ 1 സ്റ്റെപ്പും ആന്റി ക്ലോക്ക് വൈസിൽ പിടിച്ചു, ആന്റി ക്ലോക്ക് വൈസിൽ പോയി. ഇനി അടുത്ത ആളെ നോക്കിക്കേ. അടുത്ത ആള് വരുമ്പോ ഇവിടെ എന്തൊക്കെ മാറ്റം സംഭവിച്ചു? ആരോ നേരെ തിരിഞ്ഞു, ഇത് സെന്റർ പൊസിഷനിൽ വന്നു. നേരത്തെ ഇവിടെയായിരുന്നു, സെന്റർ പൊസിഷനിൽ വന്നു. അപ്പൊ ഇത് എത്ര നീങ്ങി? ഡോട്ട് എത്ര നീങ്ങി? ഹാഫ് സ്റ്റെപ്പാണ്. ഹാഫ് ആയിരുന്നെങ്കിൽ ഇവിടെ വരണമായിരുന്നു അല്ലേ? പക്ഷെ ഇതെന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഹാഫ്, ഇവിടെ നിന്ന് ഹാഫ്. അപ്പൊ എന്ത് ചെയ്തു? 1 സ്റ്റെപ്പ്. ഡോട്ട് 1 സ്റ്റെപ്പ് നീങ്ങി. ആരോ എത്ര സ്റ്റെപ്പ് നീങ്ങി? ഇവിടെ ഇരുന്നയാള് ഇവിടെ വന്നപ്പോ ഹാഫ്, ഇവിടെ വന്നപ്പോ ഹാഫ്. അപ്പൊ 1 സ്റ്റെപ്പ് നീങ്ങി. ആരോയും എന്ത് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസിൽ 1 സ്റ്റെപ്പ് ചാടി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എങ്ങനെയാ പോകുന്നേ? അര, ഹാഫ് സ്റ്റെപ്പ്, 1 സ്റ്റെപ്പ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും പോകുന്നേ? ഹാഫ് കൂടി കൂടി വരണം. അപ്പൊ 1.5 സ്റ്റെപ്പ് പോകണ്ടേ? അതായിരിക്കും എന്റെ അടുത്ത പടത്തിൽ വരണ്ടേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന ആളാണ്, സ്ക്വയർ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആള് ഹാഫ് ചാടി 1.5 ചാടും എന്ന് പറയുമ്പോൾ മുകളിൽ വരണം. മുകളിൽ വന്നു. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കുന്ന ആരോ എവിടെ വരണം? ഇവിടെ എന്തായിരുന്നു? ലെഫ്റ്റില് റൈറ്റിലേക്ക് പോയി നമ്മൾ നോക്കുന്നതിൽ നല്ലത് നമുക്ക് എന്ത് തന്നെ നോക്കണം? ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, എത്ര സ്റ്റെപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു നോക്കാം. ഇവിടുന്ന് 1 സ്റ്റെപ്പ് പോകണം. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ വന്ന ഈ മൂല വരെ വന്ന ഹാഫാ, കൃത്യ നടുക്ക് വന്ന 1. അപ്പൊ എങ്ങനെ വരും? ആരോ നേരെ താപ്പോട്ട് വരും. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരും? ഓപ്ഷൻ സി അല്ല, ഡി അല്ല, എയോ അല്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇതേപോലെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം, ഫിഗർ സീരീസ് അല്ലേ പിള്ളേരെ? അപ്പൊ അവിടുത്തെ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പം ആരോയുടെ കാര്യം പറയുമ്പോൾ ആരോ സ്റ്റിൽ എങ്ങനെയാ പോകുന്നത്? 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞായിരിക്കും പോവുക. പക്ഷെ ഇവിടെ എന്താ? ഹാഫ്, 1.5. അടുത്ത ഡോട്ട് എത്ര സ്റ്റെപ്പ് പോയിരിക്കണം? 2 സ്റ്റെപ്പ് മൂവ് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്കത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്ക് ഒരുപാട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, സ്ക്വയർ ഉണ്ട്, പെന്റഗൺ ഉണ്ട്. അടുത്തത് എന്ത് എന്നതാണ് നമ്മുടെ ഓപ്ഷൻ. ഇവിടെ സുഖമായിട്ട് നോക്കുക. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4.
4 ട്രയാങ്കിൾസ് ഉണ്ട്. ഇവിടെ 1 2 3 സ്ക്വയർ ഉണ്ട്. വലിയ സ്ക്വയറിനെ കൂട്ടണ്ട, അത് നമുക്ക് ക്വസ്റ്റ്യൻ ഫിഗറിലുള്ളതാണ്. അടുത്തത് 2 പെന്റഗൺ ഉണ്ട്. ഇവിടെ 3 സൈഡുള്ള ആള്, 4 സൈഡുള്ള ആള്, 5 സൈഡുള്ള ആള്. അപ്പൊ അടുത്തത് എത്ര സൈഡ് ഉള്ളതാ വരണ്ടേ? സൈഡ്സ് നോക്കണേ. സൈഡ്സ് നോക്കുകയാണ്. സൈഡ്സ് നോക്കണം. എത്ര? 6 സൈഡുള്ള ആള് വരണം. ഇപ്പൊ ഇവിടുത്തെ കൗണ്ടും അങ്ങനെ നോക്കി. കൗണ്ട് ആണെങ്കിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 ഫിഗറുകൾ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ അത് 3 ഫിഗറായി. ഇവിടെ വന്നപ്പോൾ അത് 2 ഫിഗറായി. ഇവിടെ വന്നപ്പോൾ ഒരെണ്ണം. അപ്പൊ ഒരു ഫിഗറുള്ള 6 സൈഡുള്ള ആളെയാണ് നമുക്ക് വേണ്ടത്. ഒറ്റ ഫിഗറേ വരാവുള്ളൂ, അതിൽ 6 സൈഡും ഉണ്ടാകണം. അങ്ങനെയുള്ള ആൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1 2 3 4 5 6. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ 6 സൈഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആയിട്ട് വരും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയോ, 2 ഹെക്സഗൺ തരുക. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇതാണ്. ഓപ്ഷൻ ബി ഇതാണ്. ഇനി ഓപ്ഷൻ സി ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും സി മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? 4 3 2 1. അപ്പൊ ഇനി ഉള്ളിൽ ആരും കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒന്നിന്റെ അവിടെ എന്താ, ആ ഒറ്റ ഫിഗർ മാത്രമേ വരാവുള്ളൂ. സൈഡ്സ് എന്ത് വരണം? 6 വരണം. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഹാഫ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡോട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ പൊസിഷനിലാണ് ഡോട്ട് ഇരിക്കുന്നത്. ഞാൻ വരയ്ക്കാം. ഇവിടെയാണ് ഡോട്ട് ഉള്ളത്, ഇവിടെയാണ് സ്റ്റാർ ഇരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ഫിഗറിൽ വരുമ്പോ എന്താവും? ഈ ഇരിക്കുന്ന ഡോട്ട് ഹാഫ് സ്റ്റെപ്പ് ചാടി കേട്ടോ. അത് ഇവിടെ ഹാഫ് സ്റ്റെപ്പ് ചാടിയപ്പോഴാണ് എവിടെ വന്നത്? ഈ സെന്റർ പൊസിഷനിൽ വന്നത്. അപ്പൊ ഈ പറയുന്ന ഡോട്ട് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്? ഡോട്ട് റൊട്ടേറ്റ് ചെയ്തത് ഹാഫ് സ്റ്റെപ്പ് ക്ലോക്ക് വൈസിലാണ്. ഈ പറയുന്ന സ്റ്റാർ ആണെങ്കിലോ ഹാഫ് സ്റ്റെപ്പ് ചാടി. എങ്ങനെ? ആന്റി ക്ലോക്ക് വൈസിലും ചാടി. ഓക്കെ. അപ്പൊ നോക്കിക്കേ, സ്റ്റാർ ഇവിടെ വന്നു കേട്ടോ, മുകളിൽ വന്നു. സെന്ററിലല്ല, മുകളിൽ വന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ ഇവിടെ വന്നു. ഇനി നോക്കിക്കേ, ഇനി ഇവിടുന്ന് നേരെ ഡോട്ട് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഹാഫ് സ്റ്റെപ്പ് ചാടേണ്ട ആൾ എന്ത് ചാടി? ഇവിടെ വരുന്നതിന് പകരം നേരെ താഴത്തോട്ട് ചാടി, 1 ചാടി. അപ്പൊ ഹാഫ് എന്നുള്ളത് അടുത്തത് എന്തായി? 1 സ്റ്റെപ്പ് ക്ലോക്ക് വൈസ് ആയി കേട്ടോ, 1 സ്റ്റെപ്പ് ക്ലോക്ക് വൈസ്. അതേപോലെ സ്റ്റാർ നോക്കി, ഇവിടെ നിന്ന് ഇവിടെ വരേണ്ട ആൾ എന്ത് ചാടി? ഇവിടെ നേരെ ഇങ്ങോട്ട് ചാടി. അപ്പൊ ഇതും എന്ത് ചാടി? 1 സ്റ്റെപ്പ് ക്ലോക്ക് വൈസ് ചാടി. അങ്ങനെയാണ് എന്ത് വന്നത്? അടുത്ത ഫിഗറിൽ വന്നപ്പോൾ ഇത് ഇവിടെ, ഇത് ഈ സെന്റർ പൊസിഷനിലും ആയിട്ട് വന്നു. അപ്പൊ ഇനി നോക്കിക്കേ, ഹാഫ് 1, അടുത്തത് എന്ത് വരണം? 1.5 സ്റ്റെപ്പ് നമുക്ക് ചാടി നോക്കാം. 1.5 സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് നോക്കണം. 1.5 ആണോ ചാടുന്നതിന്, ഇത് 1 ആയിട്ടാണോ പോകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. അതും ക്ലോക്ക് വൈസിൽ ചെയ്ത് നോക്കണം. നോക്കിയേ, ഇവിടെ നിന്ന് ഹാഫ് ചാടിയപ്പോൾ ഇവിടെ വന്നു, ഹാഫ് ചാടിയപ്പോൾ ഇവിടെ വന്നു, അവിടെ നിന്ന് ഒരു ഹാഫും കൂടെ ചാടുമ്പോൾ ഇവിടെ വരണം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമുക്ക് ആര് വരണ്ടേ? ഡോട്ട് വരേണ്ടത് ക്ലോക്ക് വൈസിൽ. ഇനി നമ്മുടെ സ്റ്റാർ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസിൽ ചാടിപ്പോരുക. അതും എന്ത് തന്നെയാണ്? 1.5 സ്റ്റെപ്പ് ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കേട്ടോ, ആന്റി ക്ലോക്ക് വൈസിലാണ് പോരുന്നത്. ഇവിടെയാണ് നമുക്ക് സ്റ്റാർ ഇരിക്കുന്നത്. ഇവിടെ വന്നാൽ അത് അരയാവും. ഓക്കെ, ഇവിടെ വന്നാൽ അടുത്ത അരയാവും. അപ്പൊ 1 ആയി. ഇനി ഇവിടെ വന്നാൽ അത് എന്താവും? അടുത്ത അരയും കൂടി, അപ്പൊ 1.5 ആവും. അപ്പൊ കറക്റ്റ് എവിടെ വരണം? ഈ സെന്റർ പൊസിഷനിൽ വരണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. എ അല്ല, ബി അല്ല, സിയിൽ എന്താ? ഇത് തിരിഞ്ഞു പോയി അല്ലെ, അപ്പൊ സി വരില്ല. കറക്റ്റ് ഡി ഓപ്ഷനിൽ നോക്കി, ഈ ഒരു കോർണർ ഫിഗറിൽ എന്തുണ്ട്? ഡോട്ട് ഉണ്ട്. കൃത്യം സെന്ററിലായിട്ട് നമ്മുടെ സ്റ്റാറും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹാഫ് സ്റ്റെപ്പ് ക്ലോക്ക് വൈസ് പോയി, അടുത്തയാൾ ആന്റി ക്ലോക്ക് വൈസിൽ പോയി. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ, 2 ആൾക്കാർ ഒരേ ഡയറക്ഷനിൽ കറങ്ങുമായിരുന്നു അല്ലെ. ഇപ്പൊ ഒരാൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അടുത്തയാൾ ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇതും റൊട്ടേഷൻ തന്നെയാണ്. ഫിഗർ സീരീസ് മൊത്തം റൊട്ടേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു എസ് തന്നിട്ടുണ്ട്, ഒരു പ്ലസ്സും ഉണ്ട്. രണ്ടാമതായപ്പോ എന്ത് ചെയ്തു? ഈ പ്ലസ് ഇവിടെ വന്നു. എന്ന് വെച്ചാൽ പ്ലസ് എങ്ങനെ വന്നു? ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് വന്നു, അപ്പൊ പ്ലസ് ഇവിടെ വന്നു. അപ്പൊ എസിന് മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്തു? പ്ലസിനെ അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് എസ് മാറി. അപ്പൊ എന്താ? ആദ്യം പ്ലസ് നീങ്ങിയപ്പം പ്ലസ് മൂവ് ചെയ്തപ്പോ എസ് എങ്ങനെയായിരുന്നു?
റെസ്റ്റ് പൊസിഷനിലായിരുന്നു, റെസ്റ്റ് എടുക്കുക. ഇനി അടുത്തത് എന്ത് ചെയ്തു, എസ് മൂവ് ചെയ്തു. എസ് മൂവ് ചെയ്തപ്പം പ്ലസ് എന്തെടുക്കണം, റെസ്റ്റ് എടുക്കണം. ഓക്കെ, പ്ലസ് റെസ്റ്റ് എടുക്കണം. അടുത്തതിൽ നോക്കിക്കേ, എസ് റെസ്റ്റിലായിരുന്നു, എസ് മൂവ് ചെയ്തു. അടുത്തതിൽ എന്ത് റെസ്റ്റ് എടുക്കണം, എസ് റെസ്റ്റ് എടുക്കണം. എസ് റെസ്റ്റ് എടുക്കുമ്പോൾ ആര് മൂവ് ചെയ്യണം, പ്ലസ് മൂവ് ചെയ്യണം. അപ്പൊ ഈ പ്ലസ് മൂവ് ചെയ്യുമ്പോൾ പ്ലസ് അടുത്തത് എങ്ങോട്ടാ ചാടുന്നത്, ഇവിടെയുള്ള ആൾ ഇങ്ങോട്ട് ചാടി, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് ചാടണം, ഇവിടെയുള്ള ആൾ എവിടെ വരും, നേരെ താഴോട്ട് വരണം. അപ്പൊ എസ് എവിടെ തന്നെയായിരിക്കും, സെയിം സ്ഥലത്തായിരിക്കും. ഇപ്പൊ ഒരു സ്ക്വയർ വരയ്ക്കുമ്പോ എസ് ഇരിക്കുന്നത് ആ സെയിം സ്ഥലത്തായിരിക്കും. ഇവിടെ ഇരിക്കുന്ന പ്ലസ് മൂവ് ചെയ്യണം, പ്ലസ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വരും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ആദ്യം എസ് അനങ്ങാതിരിക്കുമായിരുന്നു, അപ്പൊ പ്ലസ് ചാടി, പിന്നെ എസ് അനങ്ങി, അടുത്തതിൽ വന്നപ്പോ എസ് അനങ്ങി മേളിലേക്ക് പോയി. എസ് എന്താ, ആന്റി ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ എസ് അവിടെ സ്റ്റേഷനറി ആയിട്ട് മൂവ് ചെയ്യാതിരുന്നപ്പോ എന്ത് ചെയ്തു, പ്ലസ് ഇപ്പുറത്തേക്ക് ചാടി. നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കുറെ കട്ടകളുണ്ട്, ഷെയ്ഡഡ് ഉണ്ട്, ഷെയ്ഡഡ് അല്ലാത്തതുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കുക, ആദ്യം നമുക്ക് ഒരു പാർട്ട് തന്നിട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒരു പാർട്ട് തന്നു. അതിൽ രണ്ട് ഭാഗം എന്താണ്, ഷെയ്ഡഡ് ആണ്, ഒരെണ്ണം ഷെയ്ഡഡ് അല്ല. അടുത്തതിൽ വന്നപ്പോ എന്താ പറ്റിയേ, ഇതിന്റെ അറ്റത്തേക്ക് അടുത്ത ഒരു സ്ക്വയർ പിറ്റ് ചെയ്തു. ഇത് പിറ്റ് ചെയ്തപ്പോ എന്ത് ചെയ്തു, ഇത് മുകളിലേക്ക് കയറി. എങ്ങനെ, ആന്റി ക്ലോക്ക് വൈസിലാണോ ക്ലോക്ക് വൈസിലാണോ പോകുന്നത്, ക്ലോക്ക് വൈസിൽ പോവാണ്, ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ ഇത് വന്നു. ഇനി ഒരെണ്ണം അടുത്തത് എന്ത് ചെയ്തു, ഷെയ്ഡ് കൊടുത്തു. ഒരെണ്ണം ഷെയ്ഡഡ് അല്ലാത്താണെങ്കിൽ അടുത്തത് ഷെയ്ഡ് കൊടുത്ത് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു, ദേ ഒരെണ്ണം കൂടെ മുകളിലേക്ക് വന്നു, അപ്പൊ താഴെ ഒരെണ്ണം ആഡ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ആരെയാ നോക്കി, ഓൾറെഡി ഒരു ഷെയ്ഡഡ് ഉണ്ട് കേട്ടോ, ഷെയ്ഡഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷെയ്ഡഡ് അല്ലാത്ത ഒരാള്, പിന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരാള്, ഇങ്ങനെയായിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരാളെ ആഡ് ചെയ്യണം ഈ സൈഡിൽ. അത് ആരായിരിക്കും, ആരെ ആഡ് ചെയ്യണ്ടേ, ആരെ ആഡ് ചെയ്യണം, ഷെയ്ഡഡ് അല്ലാത്ത ഒരാളെ ആഡ് ചെയ്യണം. അപ്പൊ എന്താവും, ഈ മുകളിലുള്ള ആൾക്കാർ നീങ്ങി പോകണ്ടേ. കുറച്ച് വലുതായി പോയെന്നേ ഉള്ളൂ. ഈ ഷെയ്ഡഡ് ആള് ഇങ്ങോട്ട് മാറി, ഇയാള് മുകളിൽ കയറി, ഇയാൾ ഒന്ന് തൊട്ട് മുകളിൽ വരണം. ഇതെങ്ങനെ ഇപ്പുറത്തേക്ക് വന്നു, അടുത്തയാൾ ഇവിടെ വന്നു, ഷെയ്ഡഡ് ആയിട്ട് വന്നു. അപ്പൊ ഏതാ നമുക്ക് ഫിഗർ ആൻസർ ആയിട്ട് വരുന്നത്, ആദ്യം ഷെയ്ഡഡ് ആയിട്ടുള്ള, ഷെയ്ഡഡ് അല്ല, ഷെയ്ഡഡ് വന്നു, ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഷെയ്ഡ് ചെയ്തു, ഷെയ്ഡ് ചെയ്തില്ല. സോ ആൻസർ ഏത് വരും, ഓപ്ഷൻ എ വരും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ അല്ലേ, ഓപ്ഷൻ എ വരും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഓരോ ആരോസിനെ നമ്മൾ നോക്കാം, ആരോസ് എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യമേ ഈ ആരോനെ എടുക്കുകയാണ് കേട്ടോ. ഈ ആരോ എന്ത് ചെയ്തു, വൺ സ്റ്റെപ്പ് നീങ്ങി. ഇനി അടുത്തതിൽ വന്നപ്പം ഈ ആരോ എന്ത് ചെയ്തു, ആ ആരോ അവിടെ തന്നെ ഇരിക്കുകയാണ് അല്ലെ. ആരോ അവിടെ തന്നെ ഇരിക്കുവാണോ, നമുക്ക് നോക്കാം. ഈ ആരോ എന്ത് ചെയ്തു, സെയിം പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ, സെയിം പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ തന്നെയാണെങ്കിൽ കൂടിയും ഇവിടെ ഇരിക്കുന്ന ആളെ നമ്മൾ വൺ സ്റ്റെപ്പ് മൂവ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ വരിക. ഇത് എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്തു നോക്കണം. ഇത് എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്തു, ഇവിടെ നിന്ന് ഇവിടം വരെ ഹാഫാ. ഇപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇതിന് ഒരു റെഡ് ഡോട്ട് കൊടുക്കാം. ഇത് പ്ലെയിൻ ആരോ. ആ റെഡ് ഡോട്ട് ഉള്ള ആരോ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഒന്ന് നീങ്ങി ഇവിടെ വന്നു, ഈ ഒരു പൊസിഷനിൽ വന്നു. അപ്പൊ അതെന്തായി, വൺ സ്റ്റെപ്പ് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം, വൺ സ്റ്റെപ്പ് നീങ്ങി. ഈ താഴെയുള്ള ആൾ എന്താ, ഹാഫ് സ്റ്റെപ്പേ നീങ്ങിയിട്ടുള്ളൂ, ഹാഫ് ആയിപ്പോ ഇവിടെ വന്നു. അടുത്തത് ഹാഫും കൂടെ ആവുമ്പോ എന്ത് വരും, ഇവിടെ വരും. അപ്പൊ ഇയാളാണ് ആര്, നമ്മുടെ ഡോട്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഹാഫും വൺ സ്റ്റെപ്പ് പോയി. അപ്പൊ ഇവിടെയുള്ള ആള് ഹാഫ് സ്റ്റെപ്പ് ഇങ്ങോട്ട് പോകണം. എങ്ങനെ, ക്ലോക്ക് വൈസിൽ. ആരോയില് ഡോട്ടുള്ള ആള് എങ്ങനെയാ പോകുന്നത്, ക്ലോക്ക് വൈസില്. ഇനി ഡോട്ട് ഇല്ലാത്ത ആരോ എങ്ങനെയാ പോകുന്നേ, ആന്റി ക്ലോക്ക് വൈസിലുമാ പോകുന്നത് കേട്ടോ. ഇത് വൺ സ്റ്റെപ്പും ഇത് ഹാഫ് സ്റ്റെപ്പും അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആ ഡോട്ടുള്ള ആൾ ഇവിടെ ഇരിക്കുക. അടുത്തത് എത്ര സ്റ്റെപ്പ് പോകണം,
1 സ്റ്റെപ്പ് പോകണം. 1 സ്റ്റെപ്പ് പോകണം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഹാഫ്, ഇവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ ഹാഫ്. അപ്പൊ ഈ ഒരു സൈഡിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. 2 ആൾക്കാർ. ആകെയുള്ളത് എയും ഡിയും അല്ലേ, എയും ഡിയും. ഇനി അടുത്ത ആളെ നോക്കുക. ഇവിടെ ഇരിക്കുന്ന ആളായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ഇത് ഹാഫ് സ്റ്റെപ്പ് പോകുമ്പോൾ എവിടെ വരും? മുകളിൽ വരണം. ഇങ്ങനെ മുകളിൽ വരണം. അങ്ങനെ മുകളിലോട്ട് ഇരിക്കുന്ന ഒരാരോ ഉണ്ടോ? ഉണ്ട്. എവിടെ? ഓപ്ഷൻ ഡി. ഇതാണ് നമ്മുടെ ഡോട്ടഡും അത് ഡോട്ടഡ് അല്ലാത്ത ആളും. കണ്ടോ? അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡോട്ട് ആയിട്ടുള്ള ആരോ ഞാൻ കൊടുത്തതാണ് ഈ ഡോട്ട്, അല്ലാതെ ക്വസ്റ്റ്യനിൽ ഡോട്ട് തരില്ല. നിങ്ങൾ തന്നെ കൊടുത്ത് നിങ്ങളുടെ എന്താ പറയാ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്ത് ചിന്തിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇത് ക്ലോക്ക് വൈസിൽ 1 സ്റ്റെപ്പും അടുത്തുള്ള താഴെയുള്ള ആരോ എങ്ങനെയാ പോകുന്നത്? ആന്റി ക്ലോക്ക് വൈസിൽ ഹാഫ് സ്റ്റെപ്പും ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡൗട്ട് ഉള്ളവരെ ഒന്നും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ച് കേൾക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആരോസ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഈ ആരോ നേരെ പോവാണ്. എങ്ങോട്ട്? നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോവാണ്. ഇതും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അടുത്തത് തിരിച്ചാ വരുന്നത്. അപ്പൊ 2 എണ്ണം ഒരേ ഡയറക്ഷനിലേക്ക് പോയി അടുത്ത 2 എണ്ണം ഒരേ ഡയറക്ഷനിലേക്ക് വരണ്ടേ? അപ്പൊ ഇവനും തിരിച്ചു വരണം. തിരിച്ചു വരുന്ന എത്ര ആൾക്കാരുണ്ട്? എ ഉണ്ട്, സി ഉണ്ട്. അപ്പൊ എയും സിയും ഉള്ളൂ. ഓക്കെ, അവർ രണ്ടുപേരും എടുക്കുക. ഇനി ഇങ്ങോട്ട് പോകുന്ന ആൾക്കാര് എന്താ ചെയ്തേ? ഒരെണ്ണം മുകളിലേക്കാണെങ്കിൽ ആ സെയിം ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാർ, നടുക്കുള്ള ആൾക്കാർ എന്ത് ചെയ്തു? തിരിഞ്ഞു വന്നു. ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ അവരിങ്ങനെയായിരുന്നു. അടുത്തതിലും അവർ ഇങ്ങനെ പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇത് നേരെ തിരിഞ്ഞു കേട്ടോ. ഇത് നേരെ തിരിഞ്ഞു. ഇനി അടുത്ത ആൾക്കാര് ഓൾറെഡി ഇങ്ങോട്ട് വരുവാ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഇവർ തിരിയണ്ടേ? എങ്ങനെ തിരിയും? സെയിം ഡയറക്ഷനിലേക്ക് വരണം. ഉള്ളിലുള്ള ആള് നേരെ തിരിയണം. അപ്പൊ ഏതാ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? എ പറ്റുമോ? ഒരെണ്ണം താഴെ ഒരെണ്ണം മേളിലോ? പറ്റത്തില്ല. സി നോക്കിക്കേ, 2 മുകളിലോട്ടല്ലേ. സോ ആൻസർ നമുക്ക് ഏത് വരും? സി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഫിഗർ സീരീസ് കംപ്ലീഷൻ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ 2025 ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ അടുത്ത മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് 2026 എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എക്സാം കുറച്ച് നേരത്തെ വന്നു എന്നേ ഉള്ളൂ. എല്ലാ പ്രാവശ്യം 2026 26 അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ തന്നെയാണ് നിങ്ങൾ അവിടുത്തെ 2026 ബാച്ച് തന്നെയാണ്. അപ്പോൾ 2025 പോയ കുട്ടികളാണ് ഇവര്. 2026 ഇതേപോലെ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും വരാൻ ആഗ്രഹമില്ലേ? നവോദയ സ്കൂളിൽ പോയി പഠിക്കണം, അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസിലും ഒക്കെ നല്ല അടിപൊളി മിടുക്കന്മാരായിട്ട് വളരണമെന്നില്ലേ? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ നല്ലൊരു കോച്ചിങ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം. കാരണം നമുക്ക് സീറ്റ് കുറവാണെന്ന് അറിയാലോ എല്ലാവർക്കും. ഒരു ജില്ലയിൽ 80 അല്ലേ ഉള്ളൂ. അപ്പോൾ 80ലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ CC+ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ 120 ഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ 9496949929ലേക്കുള്ള നമ്പറിൽ വിളിച്ച് എൻക്വയറി എടുക്കുക. അപ്പോൾ അവർ എങ്ങനെയാണ് ക്ലാസ്സുകളെന്നും ടൈം ടേബിൾസും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.